നമ്മുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കും, അതിനടിയിൽ തുളസി വെച്ചാൽ ചിലപ്പോൾ വളരില്ല. കാരണം ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന റേഡിയേഷൻ ചെമ്പരത്തി എല്ലാ എനർജിയെയും കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മുടെ ഫ്രീക്വൻസിക്ക് അനുകൂലമായി മാറ്റാൻ പറ്റുന്ന കഴിവുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് ചെമ്പരത്തി. അതുകൊണ്ടാണ് പൂജക്കൊക്കെ, ശാക്തേയ പൂജക്കും ഗണേശ പൂജക്കും ഒക്കെ വിഘ്നമില്ലാണ്ടാക്കാനൊക്കെ അത് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് കേരളത്തിലെ എല്ലാ വേലികളും മതിലുകൾക്ക് പകരം ഉപയോഗിച്ചിരുന്നത് ചെമ്പരത്തി വേലികളാണ്. അങ്ങനെ ഉണ്ടാക്കിയ വേലി ഉണ്ടാക്കുന്ന വീട്ടിൽ ഒരിക്കലും. This video is powered by Visat Group of Institutions, Engineering and Arts College. നമ്മളുടെ മുറ്റത്തൊക്കെയുള്ള തുളസി ചെടിയുണ്ടല്ലോ, ഈ മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് ഡോക്ടർ TP തന്നെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. തുളസിയെക്കുറിച്ചൊന്ന് പറയാമോ? അതെങ്ങനെയാണ് ഈ മനുഷ്യനുമായി ഡയറക്റ്റ് കണക്ട് വരുന്നത്? വളരെ സാത്വികമായിട്ടുള്ള ചെടികളിൽ, കുറേ ഔഷധവീര്യമുള്ള ചെടികളിൽ, മനുഷ്യനുമായിട്ട് ഹാർമോണിയസ് ആയിട്ടുള്ള ചെടികളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഏത് പൂജകൾക്കും, കാരണം നമ്മളൊക്കെ സ്പിരിച്വലും റിലീജിയസും ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് തുളസി. അസുഖങ്ങൾക്കുണ്ട് തുളസിയെ വലം വെക്കുക എന്നുള്ളത്. ഒരു 2-2.5 ഫീറ്റിൽ തുളസിത്തറ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2-2.5 ഫീറ്റ് വളരുമ്പോൾ ഒരു 4.5 ഫീറ്റോളം വരികയാണെങ്കിൽ, 4.5 മുതൽ 5 ഫീറ്റ് വരെ വരികയാണെങ്കിൽ അതിനെ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മൾ സ്മെല്ല് ചെയ്യുന്നത് അതിൻ്റെ സ്മെല്ലാണ്. അതൊരു റെസ്പിറേറ്ററി സിസ്റ്റം ക്ലീനിങ് പ്രോസസ്സാണ്. നമ്മുടെ റിച്വൽസ് ഒക്കെ ശാരീരികമായ മാനസികമായ സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ രാവിലെ എഴുന്നേറ്റാൽ തുളസിക്ക് പ്രദക്ഷിണം വെക്കാവുന്നതാണ്. അപ്പോൾ തുളസി മാനസികമായ ശാരീരികമായ ഒരു ബാലൻസിങ്ങിന്, മാറ്റം വരുത്താന്നല്ല പറയാം, ബാലൻസിങ് എന്നാണ്. വളരെ സാത്വികമായിട്ടുള്ള ചെടിയാണ് തുളസി. വളരുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീട്ടിലൊക്കെ തുളസി ഉണ്ടെന്നല്ലേ പറഞ്ഞത്, തുളസി വളരുന്നുണ്ടെങ്കിൽ അത് വാസ്തുദോഷം ഇല്ല എന്നാണ് പണ്ട് പറയാം. വാസ്തുവിന് നിങ്ങൾ ദോഷം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏത് മഹാനെ വിളിച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ തുളസി വെച്ചിട്ട് വളരുന്നുണ്ടെങ്കിൽ തുളസിക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. തുളസിക്ക് ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഇത്ര എളുപ്പമാണ്. എൻ്റെ വീടിൻ്റെ മുറ്റം നിറയെ തുളസിയാണ്. ഇതെങ്ങനെ കിളിച്ചു വരുന്നു എന്ന് തന്നെ അറിയത്തില്ല. ഇത് ഈ മനുഷ്യനുമായി ഇത് ഏറ്റവും സിങ്ക്രണൈസ്ഡ് ആവുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹാർമണി, നമ്മുടെയൊക്കെ ബയോറിതം എന്ന് പറയുന്ന, ഓറ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അന്നമയ, പ്രാണമയ, മനോന്മയ, വിജ്ഞാനമയ, ആനന്ദമയ കോശം, അങ്ങനെയുള്ള വ്യത്യസ്തമായ കോശങ്ങൾ, എനർജി ലെവൽസാണ് ഒരു മനുഷ്യൻ്റെ. അത് ഏറ്റവും കൂടുതലുള്ള സമയത്ത് നമ്മൾ കുറച്ചും കൂടി സ്പിരിച്വൽ ആവും, അല്ലെങ്കിൽ ആത്മീയമാവും എന്നൊക്കെ പറയുന്നൊരു പ്രഭ എന്നൊക്കെ പറയില്ലേ. ഭഗവാനൊക്കെ നമുക്ക് ചുറ്റൊരു പ്രഭ വരച്ചു വെച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഒരു പ്രഭയുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ലെവല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യന് അത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതാണ് ഓറ, 5 ലെവൽസ്. അപ്പോൾ അതിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വൈബ്രേഷൻസ് അല്ലെങ്കിൽ വേവ് ഏത് പാറ്റേണിലാണോ അതിന് അതേ പാറ്റേൺ നിർമ്മിക്കാൻ സാധിക്കുന്ന മറ്റ് മൃഗങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഹാർമോണിയസ് ആണെന്ന് പറയുക. ഇപ്പം പശു കിടന്നുറങ്ങുന്ന സ്ഥലത്താണ് പണ്ട് നമ്മൾ വീട് വെച്ചിരുന്നത്. കാരണം പശുവിന് പീസ്ഫുള്ളായിട്ട് തുറന്നു വിടുക, അങ്ങനെയൊക്കെയാണ് പണ്ട് വീട് എവിടെയാണ് വെക്കേണ്ടതെന്ന് തീരുമാനിക്കുക. കാടൊക്കെയുള്ള കാലത്ത് ഒരു പശുവിനെ വിടുക, എവിടെയാണോ രാത്രി റെസ്റ്റ് ചെയ്യുന്നത് അവിടെ കുറ്റിയിട്ടിട്ട് വീട് വെക്കാം. അവിടെ നല്ല ഹാർമോണിയസ് ആയ സ്ഥലത്ത് അത് പോയി കിടക്കുക. അങ്ങനെ പല മൃഗങ്ങൾക്കും അങ്ങനെ അറിയാൻ പറ്റും. നമ്മൾ പറയാറില്ലേ, നമ്മുടെ ഇരിക്കുന്നതിൻ്റെ താഴത്ത് പൂച്ച വന്നിരുന്നാൽ എന്ത് ചെയ്യും? എത്ര പ്രാവശ്യം തട്ടിയാലും അത് പോകും, തിരിച്ചവിടെ തന്നെ വന്നിരിക്കും. കാരണം അതിനിഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മനുഷ്യനും പൂച്ചയും ഹാർമോണിയസ് അല്ല, ഡിസ്ഹാർമോണിയസ് ആണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? അവിടുന്ന് മാറി കുറച്ചപ്പുറത്ത് നിന്നപ്പോൾ അവിടെ വരില്ല. ചിലപ്പോൾ മനുഷ്യനും പൂച്ചയും ഫ്രീക്വൻസി ലെവലിൽ ഡിഫറെൻ്റ് ആണ്. പട്ടിയും മനുഷ്യനും നല്ലതാണ്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ ജീവികളുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ. മനുഷ്യരിലും ആത്മീയമായിട്ട് ഉയർന്നിട്ടുള്ള ആളും രാജസികമായിട്ട്, താമസികമായിട്ട്, സാത്വികമായിട്ടൊക്കെയുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ഡിഫറൻസ് ഉണ്ട്. ചിലർക്കൊക്കെ സാത്വികമായിട്ടുള്ള ഭാവമാണ്, ചിലർ രാജസികമായിട്ടുള്ള ഭാവമാണ്, ചിലർ താമസികമായിട്ടുള്ള ഭാവം. താമസികമായിട്ടുള്ള ഭാവമുള്ളവർക്ക് പൂച്ച ഇഷ്ടമാവും. ഈ പൂച്ച വീട്ടിൽ വന്ന് കയറുന്നത് നല്ലതാണെന്ന് പറയും. ഞാൻ പറഞ്ഞ താമസികമായിട്ടുള്ളവർക്ക് പൂച്ച ഇഷ്ടമാവും. അപ്പോൾ എവിടെയാണ് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് കിടക്കുന്നുണ്ടാവും പൂച്ച, ആ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി. സാത്വികമായിട്ടുള്ളവർക്ക് ഉപയോഗിക്കാണ്ടിരുന്നാൽ മതി. താമസികമായിട്ടുള്ളവർക്ക് അതായിരിക്കും, അവർക്ക് കിടന്നുറങ്ങാൻ പറ്റും. നിങ്ങൾ മിക്കവാറും പൂച്ച വളർത്തുന്ന ആൾക്കാർ നോക്കിയാൽ അവർ മിക്കവാറും ഉറക്കം ഇഷ്ടമുള്ളവരും, ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം, അവർക്ക് അച്ചാർ ഇഷ്ടമുള്ളവരായിരിക്കും, തൈര് ഇഷ്ടമുള്ളവരായിരിക്കും. അവരുടെ ഭക്ഷണക്രമവും അവരുടെ സ്വഭാവവും
അത് ഏത് മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നു ഒക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഈ പൂച്ച ഒരു സമ്പൂർണ്ണ മൃഗമാണ് എന്ന് ഒരു വാദം വരുന്നുണ്ടല്ലോ. അതിൽ ഈ സമ്പൂർണ്ണ മൃഗം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാണാൻ പറ്റും. നമ്മൾ പൂച്ചയുടെ കണ്ണ് 2 തരത്തിൽ കാണും. ഒന്ന് ഫുൾ റൗണ്ടിലും കാണും, ഒന്ന് സ്ലിറ്റ് പോലെയും കാണും. നമുക്കൊക്കെ ഇങ്ങനെ ഒരു സ്ലിറ്റ് അല്ലേ ഉള്ളൂ, പൂച്ചയ്ക്ക് ഇങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. നമ്മുടെ ക്യാമറയുടെ സ്ലിറ്റ് ഇങ്ങനെയല്ലേ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നല്ല വെളിച്ചമുള്ള സമയത്തും വെളിച്ചം കുറഞ്ഞ സമയത്തും ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളുടെ ഗുണമുള്ള പല ജീവികളിൽ ഒരു ജീവിയാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല മൃഗം കാട്ടിലെ രാജാവാരാ? കാറ്റ് ഫാമിലിയാണല്ലേ? ആ, കാറ്റ് ഫാമിലിയാണ്. അതൊക്കെ സ്വയമേവ മൃഗേന്ദ്രജ എന്നാണ്. നടപ്പ് കണ്ടാൽ തന്നെ ഒരു ഗാംഭീര്യമില്ലേ? പട്ടിയുടെ നടപ്പും പൂച്ചയുടെ നടപ്പും തമ്മിൽ വ്യത്യാസമില്ലേ? അല്ലേ? ന സംസ്കാരഹോ ന ക്രിയഹോ സിംഹസ്യ ക്രിയദേവനെ. സ്വയം ആർജിതമായിട്ടുള്ള കഴിവ് കൊണ്ട് സിംഹസ്യം ആയിട്ടുള്ള ആളാണ് രാജാവായി മാറിയിട്ടുള്ള. എല്ലാ കഥയിലും സിംഹത്തെ രാജാവാക്കിയത് കഥാകാരനൊന്നുമല്ല. ആ നടപ്പ് കാണുമ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ അതിന് കൊടുത്തതാണ്. ഭാവമാണ്. അപ്പൊ തുളസി നല്ല കഴിവുള്ളതാണ്. ഈ തുളസി കട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തോ ഒരു കട്ട് ചെയ്തെടുക്കരുത്. കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തിന് അതിന്റെ നശിപ്പിക്കണം ബ്രാഞ്ച്. അങ്ങനെ തന്നെ ആവശ്യമുള്ള ദളങ്ങൾ എടുക്കുക. ഇപ്പൊ ഏറ്റവും തളിരായിട്ടുള്ള സാധനം പൂജക്ക് എടുക്കരുത്. ഫുൾ ഇല വളരുമ്പോഴേ എടുക്കാവൂ. അപ്പൊ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തളിര് പോയില്ലേ. അപ്പൊ എന്ത് ചെയ്യണം? വലിയ ഇലകൾ മാത്രം എടുക്കാവൂ. നമസ്തുളസി കല്യാണി നമസ്തേ കൃതസാക്ഷിണെ. പ്രത്യക്ഷ രൂപമാണ് ഭഗവാന്റെ എന്നാ പറയാം. രാമതുളസി, കൃഷ്ണ തുളസി, വ്യത്യസ്തമായ തുളസികൾ, കർപ്പൂര തുളസി ഉണ്ട്. അതെ, ഞാനത് ചോദിക്കാൻ തുടങ്ങി. തുളസി തന്നെ ഒരുപാട്. നിങ്ങൾ ഇവിടുന്ന് തന്നെ കുറച്ച് ദൂരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഷെണായിസിന്റെ ഒരു സ്ഥലമുണ്ട്. അവിടെ അദ്ദേഹത്തിന് നല്ല ഗാർഡൻ ഉണ്ട്. അവിടെ വ്യത്യസ്തമായ തുളസികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ മണം അടിച്ചു കഴിഞ്ഞാൽ അപ്പം മനസ്സിലായി. വിക്സ് തുളസി ഉണ്ട്. ആ തുളസി തൊട്ട് കഴിഞ്ഞാൽ വിക്സിന്റെ സ്മെല്ലാ വരിക. ആ കോൾഡ് മാറാൻ അത് മാത്രം മതി. ഞാൻ പറഞ്ഞില്ലേ, പ്രദക്ഷിണം വെക്കുമ്പോൾ ശ്വാസം, റെസ്പിറേറ്ററി സിസ്റ്റത്തിന് അതിലും വ്യത്യസ്തമായിട്ടുള്ള തുളസികളുണ്ട്. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. തുളസി മാല വളരെ ട്രഡീഷണലായിട്ട് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ തണ്ടുകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് മരുന്നുകൾക്ക്, എത്രയോ മരുന്നുകൾക്ക്, കഫം അല്ലെങ്കിൽ ഗാസ്ട്രിക് പ്രോബ്ലം, അതിന് തുളസി കഷായം ഉണ്ടാക്കാറുണ്ട്. സാധാരണഗതിയിൽ വരുന്ന ത്രോട്ട് ഇൻഫെക്ഷൻസിനൊക്കെ തുളസി ഉപയോഗിക്കാറുണ്ട്. കുറേ മരുന്നുകൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തുളസി. വെറുതെ തുളസി ഇട്ട് വെച്ചിട്ട് നമ്മൾ പല 5 സ്റ്റാർ ഹോട്ടലുകളിലും ഒരു ഗ്രീൻ ടീയോ ബ്ലാക്ക് ടീയോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു തുളസി ഇട്ട് കഴിഞ്ഞാൽ ദ സ്മെൽ, ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. അരോമ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സാധനം. എത്രയോ ആയുർവേദ മെഡിസിൻസ് തുളസി ഉപയോഗിക്കുന്നു. തുളസി കഷായം എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ് അല്ലേ? ഇത് നമ്മുടെ വീട്ടിൽ നടാൻ പാടില്ലാത്ത സ്ഥലം വല്ലതും ഉണ്ടോ? ഒരു സ്ഥലവുമില്ല. എവിടെ വേണമെങ്കിലും നടാം. പക്ഷെ നിങ്ങൾ തുളസി ചിലപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് എവിടെയെങ്കിലുമൊക്കെ ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് വിചാരിക്കും, അതിനടിയിൽ തുളസി വെച്ചാൽ ചിലപ്പോൾ വളരില്ല. കാരണം ട്രാൻസ്ഫോമർ ഉണ്ടാക്കുന്ന റേഡിയേഷൻ തുളസിക്ക് വളരാനുള്ള യാതൊരു എക്സ്പെരിമെന്റ് ചെയ്ത ആളാണ്. തുളസിയിൽ കുറേ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മോശം സ്ഥലം എന്ന് പറയുന്നത് ഹൈ റേഡിയേറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, നമുക്കിഷ്ടമല്ലാത്ത റേഡിയേറ്റിംഗ് ആയിട്ട് നമുക്ക് എളുപ്പം കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ട്രാൻസ്ഫോമർ യാർഡാണ്. അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരില്ല. പക്ഷെ അതിന് തിരിച്ച് ഞാൻ ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെന്റ്, അതിന് ചുറ്റും നല്ലപോലെ ഹിബിസ്കസ് പ്ലാന്റ്, ചെമ്പരത്തി വളർത്താം. ചെമ്പരത്തി എല്ലാ എനർജിയെയും കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ട് നമ്മുടെ ഫ്രീക്വൻസിക്ക് അനുകൂലമായി മാറ്റാൻ പറ്റുന്ന കഴിവുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് ചെമ്പരത്തി. അതുകൊണ്ടാണ് പൂജക്കൊക്കെ, ശാക്തേയ പൂജക്കും ഗണേശ പൂജക്കും ഒക്കെ വിഘ്നമില്ലാണ്ടാക്കാനൊക്കെ അത് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്ത് കേരളത്തിലെ എല്ലാ വേലികളും മതിലുകൾക്ക് പകരം ഉപയോഗിച്ചിരുന്നത് ചെമ്പരത്തി വേലികളാണ്. അങ്ങനെ ഉണ്ടാക്കിയ വേലി ഉണ്ടാക്കുന്ന വീട്ടിൽ ഒരിക്കലും വാസ്തു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്തെങ്കിലും നെഗറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഹാർമണൈസ് ചെയ്യാനുള്ള. അപ്പോൾ നമ്മൾ ഒരു തുളസി നട്ടിട്ട് വളരുന്നില്ല എന്നിരിക്കും, അതിന് ചുറ്റും ഹിബിസ്കസ് വെച്ചിട്ട് ഇടയിൽ തുളസി വെച്ചാൽ തുളസി വളരും. ഇതൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ള ആളാണ്. ചുറ്റും ഹിബിസ്കസ് ചെമ്പരത്തി വെച്ചിട്ട് ഒരു പ്രൊട്ടക്ഷനാണത്. പോകുന്ന കുട്ടിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ തുളസി ഉണ്ടല്ലോ, ഇഷ്ടം പോലെ മുറ്റം നിറയെ തുളസിയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. ഗോവിന്ദ കുട്ടി അധികം വീട്ടിൽ പോകാറില്ല, അതുകൊണ്ടാണ് തുളസി വളരുന്നത്. മഴക്കാലം, ചൂടുകാലം ആകുമ്പോൾ ഉണങ്ങി പോകും, പക്ഷെ മഴക്കാലം ആകുമ്പോൾ വീണ്ടും കിളിച്ചില്ല. നമ്മൾ തുളസിക്ക് ഏറ്റവും നല്ല കുട്ടികളെ വളർത്തുന്നത് പോലെ വെള്ളം കൊടുത്ത് സ്നേഹം കൊടുത്തിട്ടൊക്കെ വളർത്തണം. വളരെ നല്ലപോലെ വളരും. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു തുളസി 10 ഫീറ്റോളം വളർന്നിട്ടുണ്ട്.
ഇതിന്റെ കളക്ഷനൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലേ, പിന്നെ പലതരത്തിലുള്ള പലതരത്തിലുള്ള തുളസികൾ. തുളസി യാർഡുകൾ ഉണ്ടല്ലോ, ആയുർവേദ ഷോപ്പുകൾക്കൊക്കെ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട തുളസിയല്ലേ. തുളസി വേര് മുതൽ ശിഖരം മുതൽ പൂ വരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പൂജകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൂ മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ആ പൂ എന്ന് പറയുന്ന വിത്ത് എന്ന് പറയുന്ന സാധനം എവിടെയെങ്കിലും പറന്നു പോയാൽ മതിയല്ലോ, അവിടെ വളരുമല്ലോ. അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ചില അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത, ഞാൻ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് ഗസ്റ്റ് ഹൗസ് താമസിക്കുന്ന സമയത്ത് ജനലിൽ നിന്ന് പുറത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്തൊക്കെയോ കാടുകൾ വളർന്നിരിക്കുക. ഞാൻ ചുമ്മാ എടുത്തിട്ട് കുറേ തുളസിയുടെ വിത്തെടുത്തിട്ട് ജനൽ വഴി എറിഞ്ഞതാണ്. അവിടെ നിറച്ചും തുളസിയായി. ഇപ്പം നല്ലോണം സ്പ്രെഡ് ചെയ്യാൻ പറ്റിയുള്ള സാധനമാണ്. അപ്പം അതിൻ്റെ സ്മെല്ല് നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മുടെ ജനലിൻ്റെ പുറത്ത് നിന്ന് നല്ല തുളസി വളർന്നിട്ട് അതിൻ്റെ സ്മെല്ല് നമുക്ക് അടിക്കുന്നുണ്ടാകുന്നൊരു ഗുണം ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ പല വീടുകളിലും ഈ തുളസി തറ തന്നെ ഇപ്പം പുതിയ രീതിയിൽ കാണാനില്ല. എന്തായാലും ഇപ്പൊ തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. തുളസിത്തറ ഫ്ലാറ്റിൽ വരെ ഇപ്പൊ തുളസിത്തറ വരുന്നുണ്ട്, സെറ്റ് ചെയ്ത് വരുന്ന എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ശാസ്ത്രീയ വശം തന്നെ മെഡിസിനൽ ആണ്. ഒന്ന് റെസ്പിറേറ്ററി സിസ്റ്റം ക്ലീനിങ് ആണ്. ഏറ്റവും അത്യാവശ്യം വായു ആണല്ലോ. അപ്പൊ അത് എളുപ്പം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് തുളസിയിലൂടെയാണ്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ കുറേ അസുഖങ്ങൾക്ക് മരുന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന തുളസി കഷായം. സാധാരണഗതിയിൽ എല്ലാ ദിവസവും തുളസിയുടെ കുറച്ചൊരു പിന്നെ ഇട്ടിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ഗുണമാണ്. പക്ഷെ ചൂടുവെള്ളത്തിലിടുമ്പോൾ ഒന്ന് ഇട്ടിട്ട് എടുക്കണം. കുറേ സമയം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. ഓരോത്തിനും പാകമുണ്ട്. ആ പാകം കൃത്യമായിട്ട് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഡിപ്പ് ചായ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എത്ര സെക്കൻഡാണ് മുക്കേണ്ടതെന്ന്. പലരും അതിനകത്ത് തന്നെ ഇട്ട് നോക്കും. പിന്നെ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക. ആ ടേസ്റ്റ് പോകുന്നത് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നറിയാത്തതുകൊണ്ടാണ്. തുളസിയൊക്കെ നന്നായിട്ട് പരിപാലിച്ച് നന്നായിട്ട് ഡെയിലി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഗുണമുള്ളതാണ്. ഹെബിസ്കസും അതുപോലെയാണ്. ചെമ്പരത്തി എത്ര തരമുണ്ടെന്നറിയോ? നമ്മുടെ അരവിന്ദയുടെ അമ്മ, അരവിന്ദാശ്രമമുള്ള അരവിന്ദ സ്വാമിയുടെ അമ്മ, അരവിന്ദാസിയുടെ അമ്മ പൂർണ്ണമായിട്ടും ചെടികളിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ആളാണ്. അതിലേറ്റവും കൂടുതൽ വെറൈറ്റി ഹെബിസ്കസ് മാത്രം, ചെമ്പരത്തി മാത്രം 126 വെറൈറ്റിയോളം അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു പ്രാവശ്യം ഹൈദരാബാദിലെ ഇക്കിബാന ഗ്രൂപ്പ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ്, ചൈനീസ് ഗ്രൂപ്പും ജപ്പാനീസൊക്കെ വളരെ ഫേമസ് ആയിട്ട്, ജപ്പാനി ഗ്രൂപ്പ് ഓഫ് ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇക്കിബാന. അവരുടെ ഒരു ഗ്രൂപ്പ് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നലെ ഇക്കിബാന ജപ്പാനിലേക്ക് എടുക്കണം, ഞാൻ ഹെബിസ്കസ് എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് ഹെബിസ്കസിനെ കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുത്തത്. അപ്പോൾ അന്ന് കുറേ റിസർച്ച് നടത്തിയ സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ പോണ്ടിച്ചേരി അരവിന്ദ ആശ്രമത്തിലെ അമ്മ ഒരു ഫ്ലവർ തെറാപ്പിയുടെ ലേഡിയായിരുന്നു. ദാറ്റ്സ് കോൾഡ് ഫ്ലവർ തെറാപ്പി. തെറാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിന് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന, ഉന്മേഷം തരുന്ന എന്തിനേയും തെറാപ്പി എന്ന് പറയുമല്ലോ. നല്ല പൂക്കളെ കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. നല്ല ഗാർഡൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ. ആ ഗാർഡനിൽ ഒഴിച്ചു വെക്കാൻ പറ്റാത്തൊരു സാധനമാണ്, അല്ലെങ്കിൽ 2 സാധനങ്ങളിൽ ഒന്ന് ഞാൻ പറയുക, ഒന്ന് ചെമ്പരത്തിയും മറ്റൊന്ന് നമ്മുടെ ഇതുമാണ്, ഹെബിസ്കസുമാണ്. തുളസിയും ചെമ്പരത്തിയും രണ്ടും വെച്ച് കഴിഞ്ഞാൽ ഗുഡ്.